ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി മോഡൽ എക്സാമിനേഷൻ 2022 ഫിസിക്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആൻസർ ചെയ്യുന്നത്. ആൻസർ എനി 5 ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 7 ഈച്ച് ക്യാരി 1 സ്കോർ. അപ്പൊ 5 മാർക്കിനുള്ള സെഷനാണ് ആദ്യത്തേത്. ഒന്നാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ ബൈൻഡ്സ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്? പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും ശ്രദ്ധിക്കുക. പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും രണ്ടും ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് അല്ലെ. അവയെ പരസ്പരം ബൈൻഡ് ചെയ്യുന്ന ഫോഴ്സ് ആണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ ബൈൻഡ്സ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്? ആൻസർ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇനി 1 ആങ്സ്ട്രം. 1 ആങ്സ്ട്രം ഈക്വൽ ടു 10⁻⁻10 മീറ്റർ ആണ് 1 ആങ്സ്ട്രം. 1 ആങ്സ്ട്രം 10⁻10 മീറ്റർ, അല്ലെങ്കിൽ എന്ത് പറയാം 0.1 നാനോമീറ്റർ. ആങ്സ്ട്രം എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് ലെങ്ത് യൂസ്ഡ് ചീഫ്ലി ഇൻ മെഷറിംഗ് ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. മൂന്നാമത്തെ ചോദ്യം, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ നൾ വെക്ടർ ഈസ് 0. ഒരു നൾ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് 0 ആയിരിക്കും. അപ്പൊ എന്താ നൾ വെക്ടർ എന്ന് പറഞ്ഞാല്, വെൻ ദ വെക്ടേഴ്സ് ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇറ്റ് ഈസ് കാൾഡ് സീറോ വെക്ടർ ഓർ നൾ വെക്ടർ. ഇങ്ങനെ രണ്ട് വെക്ടേഴ്സിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റിലാണെങ്കിൽ അതിനെയാണ് എന്ത് പറയാ, ഒരു നൾ വെക്ടർ എന്ന് പറയാം. അപ്പൊ നൾ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് 0 ആയിരിക്കും. അടുത്ത ചോദ്യം, when a bus suddenly moves forward, a passenger gets thrown backward with a jerk. Name the law used to explain the above situation. നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ്സിൽ ഇരിക്കണ യാത്രക്കാരെ ബസ് പെട്ടെന്ന് മുന്നോട്ടെടുക്കുമ്പോൾ പിന്നോട്ടായും അല്ലെ, അതിന് കാരണം എന്താണ്? ഏത് ലോയാണ്? ലോ ഓഫ് ഇനേർഷ്യയാണ്. അതായത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ അതിന്റെ ചലനാവസ്ഥയിൽ തന്നെ തുടരുവാൻ, നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കൾക്ക് അതേ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരാനുള്ള ടെൻഡൻസി, അതാണ് ഇനേർഷ്യ എന്ന് പറയുന്നത്. അപ്പോ ഇതെന്താണ്? ലോ ഓഫ് ഇനേർഷ്യയാണ്. ഇവിടെ ഈ നിർത്തിയിട്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് മുന്നോട്ടെടുക്കുമ്പോൾ യാത്രക്കാരൻ പിന്നോട്ടായുന്നതിന്റെ പിന്നിലുള്ള ലോ ഓഫ് ഇനേർഷ്യയാണ്. അഞ്ചാമത്തെ ചോദ്യം, ദ റേഷ്യോ ഓഫ് ടെൻസൈൽ സ്ട്രെസ് to the longitudinal strain is Young's modulus. Ratio of tensile stress to the longitudinal strain is called Young's modulus എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ടെൻസൈൽ സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതൊരു സിലിണ്ടർ ആണെന്ന് വിചാരിക്കുക. ഇതിന്റെ ഈ സൈഡില് ഈ ഭാഗത്തും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്. അപ്പൊ ഇതിന്റെ ലെങ്ത്തിന് എന്ത് പറ്റും? രണ്ട് സൈഡ് നമ്മളിതിങ്ങനെ പിടിച്ച് വലിച്ചാല് ഇതിന്റെ ലെങ്ത് അല്പം ചേഞ്ച് വരും അല്ലെ, അല്പം നീളം കൂടും. ദ സ്ട്രെസ് ഡ്യൂ ടു വിച്ച് ദ ലെങ്ത് ഓഫ് ആൻ ഒബ്ജെക്ട് ചേഞ്ചസ് ഈസ് കാൾഡ് ടെൻസൈൽ സ്ട്രെസ്. അതാണ് ടെൻസൈൽ സ്ട്രെസ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മള് ഇതിന്റെ ലെങ്ത് അല്പം ചേഞ്ച് ആയി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ ലെങ്ത് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്ത ഫോഴ്സ് അതാണ് ടെൻസൈൽ സ്ട്രെസ് എങ്കിൽ, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാല് ഇവിടെ ഉണ്ടായ ആ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്, അതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ വരിക. ആറാമത്തെ ചോദ്യം, വർക്കിംഗ് ഓഫ് എ ഹൈഡ്രോളിക് ലിഫ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡാഷ് ലോ. അപ്പൊ ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ വർക്കിംഗ് പാസ്കൽസ് ലോയെ അടിസ്ഥാനമാക്കിയാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് പാസ്കൽസ് ലോ? എനി ഫോഴ്സ് അപ്ലൈഡ് ടു എ കൺഫൈൻഡ് ഫ്ലൂയിഡ് ഇസ് ട്രാൻസ്മിറ്റഡ് യൂണിഫോംലി ഇൻ ഓൾ ഡയറക്ഷൻസ് ത്രൂ ഔട്ട് ദ ഫ്ലൂയിഡ് റിഗാർഡ്ലെസ് ഓഫ് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ. ഇതാണ് ചോദ്യം. ദ ചേഞ്ച് ഓഫ് സോളിഡ് സ്റ്റേറ്റ് ടു വേപ്പർ സ്റ്റേറ്റ് without passing through the liquid state is called sublimation. അടുത്തത്, ആൻസർ എനി 5 questions from 8 to 14. Each carries 2 scores. 2 മാർക്കിനുള്ള ആദ്യത്തെ ചോദ്യം, ഷോ ദാറ്റ്
ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. നമുക്കറിയാം ഇമ്പൾസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡെൽറ്റ ടി. കൂടിയ ഫോഴ്സ് വളരെ കുറഞ്ഞ സമയത്തേക്ക് ആക്ട് ചെയ്യണം അല്ലേ? അതാണ് ഇമ്പൾസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡെൽറ്റ ടി. ഇനി ഫോഴ്സ് എന്താണ്? ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അനുസരിച്ച് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് ടേക്സ് പ്ലേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പൊ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം അത് ഡെൽറ്റ പി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്നാണ് നമ്മൾ സൂചിപ്പിക്കുക. ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റം. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ് ഫോഴ്സ്, പിന്നെ ഇൻറ്റു ഈ ഡെൽറ്റ ടി. ഇത് രണ്ടും നമ്മൾ ക്യാൻസൽ ചെയ്താൽ ഫോഴ്സ് എന്തിന് തുല്യാണ്? ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റം. ഇത്ര എഴുതിയാൽ മതി. 9ാമത്തെ ചോദ്യം, ഇൻ ദ ഗിവൺ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഐഡന്റിഫൈ ദ സ്ട്രെസ്സസ് S1 ആൻഡ് S2 കറസ്പോണ്ടിങ് ടു ദ പോയിന്റ്സ് B ആൻഡ് D റെസ്പെക്റ്റീവ്ലി. ഇതൊരു കോപ്പർ വയറാണ്. ഇതിന്റെ ഒറിജിനൽ ലെങ്ത് ഇതുവരെയാണ്. ഇതിലൊരു കിലോഗ്രാം ഭാരം തൂക്കിയപ്പോൾ എന്ത് ചെയ്തു? ഈ കോപ്പർ വയർ അല്പം എലോങ്ങേറ്റ് ചെയ്തു. ഓക്കെ, പിന്നെ 2 കിലോ വെയിറ്റ് തൂക്കിയപ്പോൾ ഒന്നും കൂടി ഇലോങ്ങേറ്റ് ചെയ്തു. വീണ്ടും വെയിറ്റ് തൂക്കിയപ്പോൾ എന്താണ്? കോപ്പർ വയർ അല്പം ഇലോങ്ങേറ്റ് ചെയ്തു. പക്ഷെ ഇവിടെയൊക്കെ എന്താണ്? ഇനി വെയിറ്റ് തൂക്കിയാൽ ഈ കോപ്പർ വയർ നീളം കൂടും. പക്ഷെ ഇവിടെയൊക്കെ ഈ വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് പഴയ ലെങ്ത്തിലേക്ക് തിരിച്ചു പോകുമായിരുന്നു. പക്ഷെ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? നമ്മൾ ഈ വെയിറ്റ് എടുത്താലും കോപ്പർ വയറിന്റെ നീളം ചേഞ്ച് ചെയ്തിട്ടിരിക്കും. ഇത്തിരി നീളം കൂടിയ അവസ്ഥയിലിരിക്കും. ഇനി നമ്മൾ വെയിറ്റ് ഇട്ടാലോ ഈ കോപ്പർ വയർ പൊട്ടിപ്പോരും. ഓക്കെ, ഇത് വെച്ചിട്ട് ഞാൻ ഗ്രാഫ് ഒന്ന് നോക്കാം, ഓരോ പോയിന്റുകളും. OA എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് സ്ട്രെസ്സും സ്ട്രെയിനും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സ്ട്രെസ് കൂടുമ്പോൾ സ്ട്രെയിന് കൂടും. ഇനി അത് കഴിഞ്ഞിട്ട് ഈ ബിയിലേക്ക് എത്തുമ്പോഴേക്കും എന്താണ്? ചെറിയ ഒരു മാറ്റം വരും. അതായത് എനെ നമ്മൾ പറയാം പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്നാണ് ഈ പോയിന്റിനെ പറയാം. ഇനി അടുത്ത എക്സാമിന് ചിലപ്പോൾ ഇതാവും ചോദിക്കുക. അപ്പൊ എ പ്രൊപ്പോർഷണൽ ലിമിറ്റ് ആണ്. ഇനി റീജിയൻ OA എന്ന് പറയുന്നത് എന്താ? ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയാം. അതായത് വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് അതിന്റെ പഴയ അവസ്ഥയിലേക്ക് തന്നെ പോകുമല്ലോ. റീജിയൻ OCനെ പറയാ പെർമനന്റ് സെറ്റ് എന്നാണ്. ഇവിടുന്ന് ഇതുവരെ പറയാം. അതായത് ഇവിടുന്ന് അങ്ങനെ പോകും തോറും സ്ട്രെസ് പിന്നെ കൂട്ടും തോറും എന്താണ്? സ്ട്രെയിൻ കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യാണ്. കണ്ടില്ലേ? ഇത് ഈ ഭാഗത്ത് ഇങ്ങനെയാണ് ചെരിഞ്ഞു പോകുന്നത്. സ്ട്രെസ് ഇൻക്രീസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും സ്ട്രെയിൻ കൂടി വരികയാണ് ചെയ്യുന്നത്. ഇനി ഈ ഒരു പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞാലോ ഇതാണ് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇതിന്റെ അപ്പുറത്തേക്ക് പിന്നെയും നമ്മൾ വെയിറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് പൊട്ടിപ്പോവും. അതാണ് D2E ഫ്രാക്ചർ പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? ഈ പോയിന്റ് നോക്കിയപ്പോ പിന്നെ സ്ട്രെയിൻ കൂട്ടിയാലും സ്ട്രെസ് കൂടുന്നില്ല. അപ്പൊ നമ്മളോട് ചോദിച്ചത് ഈ ബിയും ഡി ആണ് ചോദിച്ചത്. അപ്പൊ ബി എന്താണ്? yield സ്ട്രെങ്ത് ആണ്. ഡി എന്താണ്? അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ആണ്. 10ാമത്തെ ചോദ്യം, എ ബോഡി ഫാൾസ് ത്രൂ എ ഫ്ലൂയിഡ്. ഇപ്പൊ ഉദാഹരണം, ഒരു മഴത്തുള്ളിയാണെന്ന് വിചാരിക്കുക. ഈ മഴത്തുള്ളി എയർ ഒരു ഫ്ലൂയിഡ് ആണ്. ആ എയറിലൂടെ വീഴാണ്. താഴേക്ക് പതിക്കുന്ന സമയത്ത് ഈ മഴത്തുള്ളിയെ അതിന്റെ ഭാരം അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴോട്ട് പിടിച്ചു വലിക്കുന്നുണ്ട്. അതേസമയം ബോയിന്റ് ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ബോഡിയെ മുകളിലേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ കിണറിന്നൊക്കെ വെള്ളം കോരുമ്പോൾ ബക്കറ്റ് വെള്ളത്തിൽ നിന്നും പുറത്തേക്ക് എത്തുന്നവരെ നമുക്ക് ഭാരം അനുഭവപ്പെടൂല. കാരണം എന്താണ്? ഈ വെള്ളത്തിൽ കിടക്കുന്ന ബക്കറ്റിന്റെ മുകളിലേക്ക് വെള്ളം ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ബോയിന്റ് ഫോഴ്സ്. ഇവിടുത്തെ ഫ്ലൂയിഡ് എയർ ആണ്. അപ്പൊ ഈ എയറിലൂടെ താഴേക്ക് വരുന്ന മഴത്തുള്ളിയുടെ മേലെ എയർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബോയിന്റ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വിസ്കസ് ഫോഴ്സും ഇതിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ മഴത്തുള്ളിയെ മുകളിലേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. വിസ്കസ് ഫോഴ്സ് അറിയാലോ, കട്ടിയുള്ള ദ്രാവകങ്ങൾക്കിടയിലുള്ള ഫോഴ്സ്. എന്താണ്? ഈ ദ്രാവകങ്ങളുടെ ഒഴുക്കിനെ തടയുന്ന ഒരു ഫോഴ്സ്. അതാണ് വിസ്കസ് ഫോഴ്സ്. അപ്പൊ വിസ്കസ് ഫോഴ്സും ബോയിന്റ് ഫോഴ്സും മഴത്തുള്ളിയുടെ മുകളിലേക്കും മഴത്തുള്ളിയുടെ ഭാരം അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി അതിനെ താഴേക്കും പിടിച്ചു വലിക്കുന്നുണ്ട്. ഇതാണ് 3 ഫോഴ്സുകൾ. നെയിം ദ ഫോഴ്സസ്
ആക്ടിംഗ് ഓൺ ദ ഫോളിംഗ് ബോഡി: ബോയന്റ് ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ് ആൻഡ് വെയിറ്റ് ഓഫ് ദ ബോഡി. ഇനി ഈ 3 ഫോഴ്സുകളും കൂടി ഈക്വൽ ആവുന്ന ഒരു ഘട്ടത്തില് ആ വസ്തുവിന്റെ വെലോസിറ്റിയെ നമ്മൾ പറയുന്ന പേരാണ് ടെർമിനൽ വെലോസിറ്റി. നെയിം ദ വെലോസിറ്റി ഓഫ് ദ ബോഡി വെൻ ദ നെറ്റ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ ഇറ്റ് ഈസ് 0. ആ സമയത്ത് മഴത്തുള്ളിയുടെ വെലോസിറ്റിയെ നമ്മൾ ടെർമിനൽ വെലോസിറ്റി എന്നാണ് പറയുക. ടെർമിനൽ വെലോസിറ്റി, ഇറ്റ് ഈസ് ദ മാക്സിമം വെലോസിറ്റി ഒബ്റ്റെയിൻഡ് ബൈ ആൻ ഒബ്ജെക്ട് ആസ് ഇറ്റ് ഫാൾസ് ത്രൂ എ ഫ്ലൂയിഡ്. ഇതാണ് ടെർമിനൽ വെലോസിറ്റി. ടെർമിനൽ വെലോസിറ്റി ഈസ് ദ maximum velocity attainable by an object as it falls through a fluid. ഇനി 11ാമത്തെ ചോദ്യം. The triple point of carbon dioxide is minus 56.6 degrees Celsius. This temperature on Fahrenheit scale. അപ്പോൾ നമുക്ക് ഡിഗ്രി സെൽഷ്യസിനെ ഫാരൻഹീറ്റിലേക്കും കൺവേർട്ട് ചെയ്യണം. C divided by 100 equal to F minus 32 divided by 180. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. C into 180 equal to F minus 32 into 100. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് F minus 32 ഇവിടെ നിർത്തിയിട്ട് എന്ത് ചെയ്യുക, ഈ 100 അങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ C into 180 divided by 100. ഈ സീറോകളെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 18ഉം 10 2 കൊണ്ട് സിംപ്ലിഫൈ ചെയ്യാം. നമുക്ക് എന്ത് കിട്ടും? F minus 32 equal to C into 9 divided by 5. C നമുക്ക് തന്നിട്ടുണ്ട്, minus 56.6 ആണ്. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും എത്ര? F minus 32 equal to minus 101.88. ഇനി ഫാരൻഹീറ്റ് അല്ലേ കാണേണ്ടത്? എഫിനെ ഇവിടെ നിർത്തി -32നെയാണ് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? -69.88 ഡിഗ്രി ഫാരൻഹീറ്റ്. 12ാമത്തെ ചോദ്യം. സ്റ്റേറ്റ് ദ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. ഇതൊരു മോളിക്യൂളാണ്. ഈ മോളിക്യൂളിന്റെ ഏതൊക്കെ തരത്തിലുള്ള ചലനം പോസിബിൾ ആണ്? ഇങ്ങനെ ഈ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഈ ഭാഗത്തേക്ക്, മുകളിലേക്ക്, താഴേക്ക്, അല്ലെങ്കിൽ എക്സ് ആക്സിസില്, വൈ ആക്സിസില്, സെഡ് ആക്സിസില്. ഈ തരത്തിലുള്ള മോഷന്റെ പേരാണ് ട്രാൻസ്ലേഷൻ മോഷൻ. ഇനി കൈനറ്റിക് എനർജി ഓഫ് എ സിംഗിൾ മോളിക്യൂൾ. അപ്പോൾ ഈ ഇത്തരം ചലനത്തിലിരിക്കുന്ന മോളിക്യൂളിന്റെ, ഒരു സിംഗിൾ മോളിക്യൂളിന്റെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ½ mvx² പ്ലസ് ½ mvy² പ്ലസ് ½ mvz². ഇനി പ്രഷർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് പറഞ്ഞപ്പോ അവിടെ പഠിക്കുന്നുണ്ട് Vx² ഈക്വൽ ടു Vy² ഈക്വൽ ടു Vz². അപ്പൊ നമുക്ക് ഇവിടുത്തെ ½ mvy²ഉം ½ mvz²നും പകരമൊക്കെ എന്തിനിട്ട് കൊടുക്കാണ്? Vx² ഇട്ട് കൊടുക്കാണ്. അങ്ങനെ കൈനറ്റിക് എനർജി ഈക്വൽ ടു ½ mvx² പ്ലസ് ½ mvx² പ്ലസ് ½ mvx². അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടിയാൽ 3/2 mvx² എന്ന് കിട്ടും. ഇനി കോൺസ്റ്റന്റ് ടെമ്പറേച്ചറില് കൈനറ്റിക് എനർജി ഈക്വൽ ടു 3/2 kBT ആണ്. അപ്പൊ ഇത് എന്തിന് ഈക്വൽ ആണ്? 3/2 mvx² ഈക്വൽ ആണ്. അതായത് 3/2 mvx² ഈക്വൽ ടു 3/2 kBT എന്ന് എഴുതാം. ഇനി അതില് 3കളെ ക്യാൻസൽ ചെയ്താൽ ബാക്കി നമുക്ക് എന്തുണ്ട്? ½ mvx² ഈക്വൽ ടു ½ kBT എന്ന് കിട്ടും. ഇനി ½ mv², ഇത് ശ്രദ്ധിക്കുക, ½ mv² അല്ലേ ഇതൊക്കെ, അതായത് Vx² ഈക്വൽ ടു Vy² ഈക്വൽ ടു Vz². അപ്പൊ ½ mvx² എന്ന് പറഞ്ഞാൽ അത് ഏതൊക്കെ തന്നെയാണ്? ഇത് 3നും തുല്യാണ്. അതാണ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി പറയുന്നത്. ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി സ്റ്റേറ്റ് ദാറ്റ് ഇഫ് എ സിസ്റ്റം ഈസ് ഇൻ ഈക്വിലിബ്രിയം അറ്റ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ, അതാണ് ഈ kBT, the total energy distributed equally in different degrees of freedom. Different degrees of freedom ആണ് ഈ x²ഉം y²ഉം z²ഉം. അപ്പൊ ഈ ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി ഈ വ്യത്യസ്ത ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. 13ാമത്തെ ചോദ്യം. ഇക്വേഷൻ ഫോർ വെലോസിറ്റി ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ് v of t equal to
മൈനസ് ഒമേഗ എ സൈൻ ഇൻറ്റു ഒമേഗ ടി പ്ലസ് 5. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ എക്സ്പ്രഷൻ ഫോർ ആക്സിലറേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഡിസ്പ്ലേസ്മെന്റ് എക്സ് ഓഫ് ടി ഈക്വൽ ടു എ കോസ് ഒമേഗ ടി 5 എന്ന് തന്നിട്ടുണ്ട്. ഇതിൽ എ ആംപ്ലിറ്റ്യൂഡ് ആണ്, ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസി ആണ്, 5 ഇനിഷ്യൽ ഫേസ് ആണ്. അപ്പൊ നമുക്ക് വെലോസിറ്റി, സിമ്പിൾ ഹാർമോണിക് മോഷന്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത്? അതിൽ നിന്നും സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ആക്സിലറേഷൻ കാണാണ് വേണ്ടത്. അപ്പോൾ ആക്സിലറേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈക്വൽ ടു ഡി വി ഡിവൈഡഡ് ബൈ ഡി ടി. ഇതിൽ ഡി വിക്ക് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഈ വെലോസിറ്റിയുടെ ഇക്വേഷൻ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പൊ ഒമേഗ എ മൈനസ് ഒമേഗ എ സൈൻ ഒമേഗ ടി പ്ലസ് 5. അടുത്തത് എ ഈക്വൽ ടു ഈ ഒമേഗയും എയും എന്ത് ചെയ്യുക? ഇടത്തു വശത്തേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഡി ഡിവൈഡ് ബൈ ഡി ടി സൈൻ ഒമേഗ ടി പ്ലസ് 5. അടുത്തത് ഡെറിവേറ്റീവ് എടുക്കുകയാണ്. അപ്പൊ എന്ത് വരും? മൈനസ് ഒമേഗ എ ഡി ബൈ ഡി ടി സൈനിന്റെ ഡെറിവേറ്റീവ് കോസ് ഡി ബൈ ഡി ടി ഓഫ് കോസ് ഒമേഗ ടി പ്ലസ് 5 ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ഒമേഗ ടി പ്ലസ് 5. രണ്ട് ടേമുകളെയും നമ്മൾ ഡി ബൈ ഡി ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്തത്. ഇനി ഇവിടെ മാറ്റങ്ങളൊന്നുമില്ല. ഇത് അതുപോലെ വീണ്ടും എടുത്തെഴുതി. ഇവിടെ ഈ ഒമേഗ കോൺസ്റ്റന്റ് ആണ്, അതിനെ ഡി ബൈ ഡി ടിയുടെ ഇടതുവശത്തേക്ക് കിട്ടും. ഡി ബൈ ഡി ടി ഇൻറ്റു ടി പ്ലസ് 5. ഈ 5 ഒരു കോൺസ്റ്റന്റ് ആണ്, അപ്പൊ അതിന്റെ വില 1 ആണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഡിയും ക്യാൻസൽ, ഈ ടിയും ക്യാൻസൽ ചെയ്തു. ഡി ബൈ ഡി എന്ന് പറഞ്ഞാൽ 1. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? മൈനസ് ഒമേഗ എ ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് 5. എന്താണ് ആക്സിലറേഷൻ? അപ്പോ 2 ഒമേഗ വന്നു അല്ലെ? ഒമേഗ ഇവിടെയുണ്ട്, ഒമേഗ ഇവിടെയുണ്ട്. അപ്പൊ ഒമേഗ മൈനസ് ഒമേഗ സ്ക്വയർ എ കോസ് ഒമേഗ ടി പ്ലസ് 5. ഒന്നും കൂടി ഭംഗിയാക്കി എഴുതിയ ആക്സിലറേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈക്വൽ ടു മൈനസ് എ ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ ടി പ്ലസ് 5. 14ാമത്തെ ചോദ്യം, വാട്ട് ഈസ് മെന്റ് ബൈ സ്റ്റാൻഡിംഗ് വേവ്സ്? സ്റ്റാൻഡിംഗ് വേവ്സ് എന്ന് പറഞ്ഞാല് വെൻ ടു ഐഡന്റിക്കൽ പ്രോഗ്രസീവ് വേവ്സ് മൂവിംഗ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. അല്ലെങ്കിൽ അതിന്റെ തന്നെ വേറൊരു ഡെഫിനിഷൻ കുറച്ചും കൂടി മനസ്സിലാകാൻ എളുപ്പത്തിൽ ഇങ്ങനെ പറയാം. സ്റ്റാൻഡിംഗ് വേവ്സ് കോമ്പിനേഷൻ ഓഫ് 2 വേവ്സ്, 2 വേവുകൾ. ഒരു വേവ് ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു, അടുത്തൊരു വേവ് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് 2 വേവ്സ് മൂവിംഗ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ഈച്ച് ഹാവിംഗ് ദ സെയിം ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി. ഇതോടെ 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി ആൻസർ എനി 6 ക്വസ്റ്റ്യൻസ് ഫ്രം 15 to 22. ഈച്ച് ക്യാരീസ് 3 scores. 18 മാർക്കാണ് ഈ സെക്ഷനിൽ നിന്നും നമുക്ക് കിട്ടുക. 15ാമത്തെ ചോദ്യം, ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ ക്യാൻ ബി ചെക്ഡ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻസ്. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻ. അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ, യൂസിംഗ് ദിസ് പ്രിൻസിപ്പിൾ ചെക്ക് വെദർ ദ ഫോളോയിങ് ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. ഹാഫ് mv സ്ക്വയർ ഈക്വൽ ടു mgh. അപ്പൊ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി? ഡയമെൻഷൻസ് ഓഫ് ഈച്ച് ടേംസ് ഓഫ് എ ഡയമെൻഷണൽ ഇക്വേഷൻ ഓൺ ബോത്ത് സൈഡ്സ് ഷുഡ് ബി ദ സെയിം. ഒരു ഇക്വേഷന്റെ 2 സൈഡിലുമുള്ള ടേമുകളുടെയും ഡയമെൻഷൻസ് ഈക്വൽ. നമ്മൾ പ്രൂവ് ചെയ്യേണ്ട എന്താണ്? ഹാഫ് mv സ്ക്വയറിലെ എമ്മിന്റെയും വിയുടെയും ഡയമെൻഷനും ഇവിടെയുള്ള mgh ഡയമെൻഷനും ഈക്വൽ ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോ ഹാഫ് mv സ്ക്വയർ നമുക്ക് ആദ്യം ഇതിന്റെ നോക്കാം. ഇവിടെ ഇത് കോൺസ്റ്റന്റ് ആണ്, അപ്പൊ ഇതിന്റെ ഡയമെൻഷൻ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ഇവിടെ m എന്താണ്? മാസ് ആണ്, അതിന്റെ ഡയമെൻഷൻ m, ക്യാപിറ്റൽ M. v സ്ക്വയർ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്, അത് LT⁻⁻1 സ്ക്വയർ ഇടുക, സ്ക്വയർ ഉള്ളതുകൊണ്ട് വെലോസിറ്റി LT⁻⁻1 അതിന്റെ സ്ക്വയറും കൂടി എടുത്തു. അപ്പൊ എന്താ കിട്ടിയത്? ml സ്ക്വയർ T⁻⁻2 ആണ് ഹാഫ് mv സ്ക്വയറിന്റെ ഡയമെൻഷൻസ് വരിക. ഇനി mgh നോക്കിയാലോ? mgh ഈക്വൽ ടു മാസ് m, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണ്?
ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പൊ ആക്സിലറേഷന്റെ അതേ ഡയമെൻഷൻസ് L(t)⁻². ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ആണ്. ഇതിന്റെ ഡയമെൻഷൻ L. അപ്പൊ എന്ത് കിട്ടി? mL²t⁻². നമുക്ക് എന്ത് എഴുതാം? സിൻസ് ദ ഡയമെൻഷൻസ് ഓൺ ബോത്ത് സൈഡ്സ് ആർ ഈക്വൽ, the equation is dimensionally correct. Half mv² = mgh. 16ാമത്തെ ചോദ്യം, draw the velocity time graph of a uniformly accelerated object. അതിൽ തന്നെ B question, using the graph derive an equation for displacement in terms of initial velocity v0 and acceleration a. അപ്പൊ വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? എക്സ് ആക്സിസിൽ ടൈം പ്ലോട്ട് ചെയ്യുക, വൈ ആക്സിസിൽ വെലോസിറ്റി പ്ലോട്ട് ചെയ്യുക. അപ്പൊ ഇതാണ് യു വി ഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ താഴെ ഭാഗത്തുള്ള സ്ഥലമാണ് ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ വെലോസിറ്റി ടൈം ഗ്രാഫിലെ ഏരിയയാണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഗ്രാഫ് ഇത്ര വരച്ചാൽ മതി. ചോദ്യം എന്തായിരുന്നു? യൂസിംഗ് ദ ഗ്രാഫ് ഡിറൈവ് ആൻ ഇക്വേഷൻ ഫോർ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ടേംസ് ഓഫ് ഇനിഷ്യൽ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ദ ഗ്രാഫ് റെപ്രസെന്റിംഗ് ടൈം അലോങ് എക്സ് ആക്സിസ് ആൻഡ് വെലോസിറ്റി അലോങ് വൈ ആക്സിസ് ഇസ് കാൾഡ് വെലോസിറ്റി ടൈം ഗ്രാഫ്. അത് നമ്മൾ വരച്ചു. അടുത്തത് ഏരിയ ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ടോട്ടൽ ഏരിയ കാണണ്ടേ? ഏരിയ കാണാൻ നമ്മൾ എന്ത് ചെയ്തു? ഈ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ അടിയിലുള്ള ഭാഗമാണ് ഏരിയ. അപ്പൊ അത് കാണാൻ എളുപ്പത്തിൽ നമ്മൾ ഇതിനെ ഒരു റെക്ടാംഗിൾ ആയിട്ടും ഇതിനെ ഒരു ട്രയാംഗിൾ ആയിട്ടും കൺസിഡർ ചെയ്തിട്ട് ഏരിയ ഓഫ് റെക്ടാംഗിൾ പ്ലസ് ഏരിയ ഓഫ് ട്രയാംഗിൾ ആണ് ടോട്ടൽ ഏരിയ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ്. റെക്ടാംഗിളിന്റെ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ട്രയാംഗിളിന്റെ ഏരിയ ഹാഫ് BH. ലെങ്ത് നമ്മൾ യു ആക്കിയിട്ടെടുത്തു, ബ്രെഡ്ത്ത് T ആക്കി എടുത്തു. അങ്ങനെയാണ് ഇവിടെ UT കിട്ടിയത്. പ്ലസ് ഹാഫ് ഇൻറ്റു ഇവിടെ നിന്ന് ഇതുവരെയുള്ളതാണ് നമ്മുടെ ട്രയാംഗിളിന്റെ ബേസ്, അതും T ആക്കിയിട്ടെടുത്തു. ഇവിടുന്ന് ഇതുവരെയുള്ള ഹൈറ്റ് അത് V-U ആണ് ഹൈറ്റ് ഓഫ് ദ ട്രയാംഗിൾ. അപ്പോ Hന് പകരം V-U എടുത്തു. അപ്പൊ S=UT പ്ലസ് ഹാഫ് T ഇൻറ്റു V-U. ഇനി V=U പ്ലസ് AT ആണല്ലോ. അങ്ങനെയാണെങ്കിൽ A എന്താണ്? V-U ഡിവൈഡഡ് ബൈ T. ഈ ടീനെ കൂടി ഇങ്ങോട്ട് കൊടുത്താല് AT=V-U. V-Uന്റെ സ്ഥാനത്ത് AT എന്ന് നമ്മൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൂടെ. അപ്പൊ എന്താ വരിക? S=UT പ്ലസ് ഹാഫ് T ഇൻറ്റു AT. S=UT പ്ലസ് ഹാഫ് AT². ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള ഇക്വേഷൻ. 17ാമത്തെ ചോദ്യം, ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടന്റ് ഓഫ് ടു വെക്ടേഴ്സ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി ഇൻ ടേംസ് ഓഫ് ദെയർ മാഗ്നിറ്റ്യൂഡ്സ് ആൻഡ് ആംഗിൾ തീറ്റ ബിറ്റ്വീൻ ദം. ഇപ്പോൾ വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പറയുമ്പോൾ ഡയറക്ഷനും പറയണം, അതുപോലെ മാഗ്നിറ്റ്യൂഡും പറയണം. അത്തരം ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഒരു വെക്ടർ, ഇത് വെക്ടർ എ ആണ്. വെക്ടർ എ എന്ന് പറയുമ്പോൾ ഈ വെക്ടറിന്റെ നീളം, ഇതാണ് ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ്. പിന്നെ ഈ ആരോ മാർക്കാണ് അതിന്റെ ഡയറക്ഷൻ കാണിക്കുന്നത്. ഇപ്പൊ വെക്ടർ എ ഹൊറിസോണ്ടലി ആണെങ്കിൽ വെക്ടർ ബി ഇങ്ങനെ വെർട്ടിക്കലാണ്. അപ്പൊ നമുക്ക് ഈ ഫിഗറിൽ നിന്നും എന്ത് മനസ്സിലാക്കാം? ഇതിനെ നമുക്ക് ഇത് വെക്ടർ എ, ഇത് വെക്ടർ ബി, ഇതിനെ നമുക്ക് ഇങ്ങനെ കൂട്ടിമുട്ടിച്ച് ഇതിനെ ഒരു പാരലോഗ്രാം ആക്കാം. ഇത് രണ്ടിന്റെയും റിസൾട്ടന്റ് വെക്ടർ എന്ന് പറയുന്നത് ഈ ഡയഗണൽ ആണ്, ഈ R ആണ്. ഓക്കെ, അപ്പൊ ഈ ഫിഗറിൽ നിന്നും ട്രയാംഗിൾ PNS കൺസിഡർ ചെയ്താല് cos θ = adjacent side divided by hypotenuse, PN divided by PS. അങ്ങനെയാണെങ്കിൽ PN എന്ത് എഴുതാം? PN = PS cos θ. ഇതുപോലെ സൈൻ തീറ്റ എഴുതിക്കൂടെ? ഇത് സൈൻ തീറ്റ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, SN ഡിവൈഡഡ് ബൈ PS. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ NS അല്ലെങ്കിൽ SN എന്താണ്? NS = PS സൈൻ തീറ്റ. ഇനി നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് R കണ്ടുപിടിക്കണം. അപ്പൊ അത് നമുക്ക് പൈതഗോറസ് തിയറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. R² = ON
ON സ്ക്വയർ പ്ലസ് NS സ്ക്വയർ ആണ് വരിക. ഓക്കെ, അപ്പൊ ON എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ വരിക? OP പ്ലസ് PN ആണ് ON, ഇവിടുന്ന് ഇതുവരെയുള്ള അകലം എന്ന് പറയുന്നത്. അപ്പൊ OP പ്ലസ് PN സ്ക്വയർ പ്ലസ് SN സ്ക്വയർ. ഇനി OP സ്ക്വയർ ഇതെന്താ ചെയ്തേ? നമ്മൾ ഇവിടെ A പ്ലസ് B ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു A സ്ക്വയർ പ്ലസ് 2AB പ്ലസ് B സ്ക്വയർ ഇല്ലേ? ആ രീതിയിൽ ഇതിനെ നമ്മൾക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാൽ OP സ്ക്വയർ പ്ലസ് PN സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു OP ഇൻറ്റു PN പ്ലസ് SN സ്ക്വയർ. അടുത്ത സ്റ്റെപ്പില് OP സ്ക്വയർ പ്ലസ് ഇതിനെടുത്ത് എഴുതി 2OP ഇൻറ്റു PN പ്ലസ് PN സ്ക്വയർ പ്ലസ് SN സ്ക്വയർ വരെ ഒരുമിച്ച് എഴുതിയെന്നുള്ളൂ. ഇനി PN സ്ക്വയർ പ്ലസ് SN സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? PN സ്ക്വയർ പ്ലസ് SN സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ ചെറിയ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ കൺസിഡർ ചെയ്താൽ ഇതിന്റെ ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ഈക്വൽ ടു എന്താണ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ അല്ലേ? അതായത് PS സ്ക്വയർ അല്ലേ? പൈതഗോറസ് തിയറം ഉപയോഗിച്ചിട്ട് പറഞ്ഞാൽ. അപ്പൊ OP സ്ക്വയർ പ്ലസ് 2OP PN പ്ലസ് PN സ്ക്വയർ പ്ലസ് SN സ്ക്വയർ പകരം നമ്മൾ എന്ത് എഴുതി? PS സ്ക്വയർ. അടുത്ത സ്റ്റെപ്പില് ഈ PN ഉണ്ടല്ലോ, PN നമ്മൾ ഇവിടെ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. PN ഈക്വൽ ടു PS കോസ് തീറ്റ അല്ലേ? അപ്പൊ PNന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? PS കോസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്ത് കിട്ടി? OP സ്ക്വയർ പ്ലസ് 2OP PS കോസ് തീറ്റ പ്ലസ് PS സ്ക്വയർ. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കുക. OP സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുന്ന് ഇതുവരെയുള്ള നീളല്ലേ? അത് A അല്ലേ? വെക്ടർ A അല്ലേ? അപ്പൊ OP സ്ക്വയറിന് പകരം A സ്ക്വയർ പ്ലസ് OP പ്ലസ് PS എന്താ വരിക? OP എവിടെ? OP പ്ലസ് PS. ഇത് OPയും PSും കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? OP പ്ലസ് OP ഇൻറ്റു PS എന്താ വരിക? 2AB എന്ന് വരും. OP എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇതുവരെയുള്ള അകലം. അപ്പൊ OPക്ക് വരെ A എടുക്കുന്നു. PS എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇതുവരെയുള്ള അകലം. അതെന്താണ്? ഇവിടുന്ന് ഇതുവരെയുള്ള അതേ അകലം തന്നെയല്ലേ? അപ്പൊ PSന് പകരം ഇവിടെ B ആണ്, ഇവിടെയും നമ്മൾ B എന്നെടുത്തു. അങ്ങനെ A സ്ക്വയർ പ്ലസ് 2AB കോസ് തീറ്റ പ്ലസ് PS സ്ക്വയറിന് പകരം B സ്ക്വയർ എഴുതി. അപ്പൊ അത് R സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ R എത്ര വരിക? റൂട്ട് ഓഫ് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ. ഈ B സ്ക്വയർ ഇതിന്റെ കൂടെ എഴുതിയതാ 2AB കോസ് തീറ്റ.